ധാരാ ഗോകുലമണിയും മണിയും നീയേ ഗോപികാഹൃദി നിനവും നീയേ വൃന്ദാരണ്യ പൂക്കളിൽ നിറവും മണവും മധുവും നീയേ കാളിയമർദ്ദക ഞങ്ങളുടെ കൺകളിൽ അമൃതെഴുതൂ നിൻമിഴിയാൽ കരുണാമുരളി ധാരാ ധർമാധർമ്മ രണങ്ങളിൽ ഞങ്ങളുടെ കൺമിഴി തെളിയാൻ നീളേ നിത്യനിരാമയ ശംഖുലി പോലെ ഒഴുകാവൂ നിൻ സ്മരണ കരുണാമുരളീധാരാ മനസ്സിനിറയ്ക്കുക കണ്ണ കരുണാമുരളീധാരാ. സ്വാഗതം. വിഷ്ണു വി, ബാലഗോകുലം, പാമ്പാടി താലൂക്ക് കാര്യദർശി. നമസ്തേ. നമ്മൾ ഇവിടെ ഗോകുല സമിതി ശിബിരത്തിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഈ ആദ്യത്തെ കാലാംശം, ഉദ്ഘാടന കാലാംശത്തിൽ നമ്മുടെ വേദിയുടെ അധ്യക്ഷ ശ്രീമതി ആശാനിൽ ആശേച്ചി നമ്മുടെ പാമ്പാടി താലൂക്കിൻ്റെ ഉപാധ്യക്ഷ എന്ന ചുമതല വഹിക്കുന്നു. ചേച്ചിയെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഇന്ന് നമ്മുടെ ഈ ശിബിരം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയിട്ടുള്ള കുമാരി വേണിക ഗായികയാണ്. നമ്മുടെ കോത്തല തന്നെ എസ്എൻപുരമാണ് സ്വദേശം. വേണികയെ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെയൊക്കെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഉദ്ഘാടന സമയത്ത് നമുക്ക് ഇന്നത്തെ കാര്യപരിപാടിയെ പറ്റി സംസാരിക്കുവാനും സന്ദേശം നൽകുവാനുമായിട്ട് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ പ്രതീഷ് മോഹൻ. പ്രതീഷ് സാറ് കോട്ടയം ഗോകുല ജില്ലയുടെ അധ്യക്ഷൻ എന്ന ചുമതല വഹിക്കുന്നു. ഇവിടെ കോത്തലയിൽ തന്നെ അധ്യാപകനാണ്. അദ്ദേഹത്തെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സമയത്ത് നമ്മോടൊപ്പമുള്ള മുതിർന്ന കാര്യകർത്താക്കൾ മനു കൃഷ്ണ, അദ്ദേഹം കോട്ടയം ഗോകുല ജില്ല കാര്യദർശി എന്ന ചുമതല വഹിക്കുന്നു. ശ്രീമതി ഗായത്രി ചേച്ചി കോട്ടയം ഗോകുല ജില്ല ഭഗനി പ്രമുഖ എന്ന ചുമതല വഹിക്കുന്നു. അതോടൊപ്പം ഇന്നിവിടെ എത്തിയിട്ടുള്ള ഗോകുലങ്ങളെ നയിക്കേണ്ട ഗോകുല സമിതി പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും പാമ്പാടി താലൂക്കിൻ്റെ പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു. ബാലഗോകുലം പാമ്പാടി താലൂക്കിൻ്റെ ഏകദിന ഗോകുല സമിതി ശിബിരത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇനി നടക്കുവാൻ പോകുന്നത്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കുമാരി വേണികയെ ക്ഷണിച്ചുകൊള്ളുന്നു. നിരവധി വേദികളിൽ ഇപ്പോൾ തന്നെ വേണികയ്ക്ക് പാടാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കോട്ടയം റവന്യൂ ജില്ല കേരള സ്കൂൾ കലോത്സവം തുടങ്ങിയവയിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഗായികയ്ക്കുള്ള KPSC ലളിത സ്പെഷ്യൽ ജൂറി അവാർഡ് ജേതാവ് കൂടിയാണ് വേണിക. ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും പാടാനും വേണികയ്ക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. കൊച്ചു TV, അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ, മറ്റ് റിയാലിറ്റി ഷോകളിലും വേണിക പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് ആരംഭിക്കുന്ന ഫ്ലവേഴ്സ് ചാനലിലെ ടാലൻറ്റ് സിംഗർ ഓഡീഷൻ പൂർത്തിയായിട്ട് ഇരിക്കുകയാണ് വേണിക. അച്ഛൻ വിനോദ്, അമ്മ വിജി. ഉയർന്നു വരുന്ന ഈ കൊച്ചു കലാകാരിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. പാമ്പാടി താലൂക്കിൻ്റെ ഉപഹാരം നൽകുന്നതിനായി ബാലഗോകുലം കോട്ടയം ഗോകുല ജില്ലാ അധ്യക്ഷൻ
പ്രദീപ് സാറിനെ ക്ഷണിക്കുന്നു. രണ്ട് വാക്കുകൾക്കായി വേണികയെ ക്ഷണിക്കുകയാണ്. ഒരു ഗാനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ നന്ദി വേണിക, മനോഹരമായ ഗാനത്തിന്. ശിബിരത്തെക്കുറിച്ച് ഒരു ആമുഖം നൽകുന്നതിനായി പ്രദീപ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബാലഗോകുലം പാമ്പാടി താലൂക്കിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഗോകുല സമിതിയുടെ ഉദ്ഘാടന സഭയിലെ അധ്യക്ഷ ശ്രീമതി ആശ, ബാലഗോകുലത്തിൻ്റെ താലൂക്ക് ഉപാധ്യക്ഷയാണ്. ഈ ഗോകുല സമിതി ശിബിരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരി കൂടിയായ കോത്തല സ്വദേശിനി കൂടിയായ കുമാരി വേണിക, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബാലഗോകുലത്തിൻ്റെ വിവിധ ബാലഗോകുലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഗോകുല സമിതി കാര്യകർത്താക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയായിട്ട് കൂടി വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. ഒരു ഞായറാഴ്ച ദിവസം പറഞ്ഞാൽ നമുക്ക് ഒരു അവധി ദിവസമാണ്. കുട്ടികൾക്കെല്ലാം അല്ലേ കളിക്കണം, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കാര്യകർത്താക്കളാണ് നിങ്ങൾ.
അപ്പോൾ നിങ്ങളുടെ ബാലഗോകുലത്തിൽ എല്ലാ ബാലഗോകുലത്തിലും 20, 30, 40, 50 ഒക്കെ കുട്ടികൾ പങ്കെടുക്കുന്ന ഗോകുലങ്ങളാണ്. അപ്പോൾ ആ ഗോകുലങ്ങളിലെ എല്ലാ കുട്ടികളെയും വിളിക്കാതെ അതിൽ നിന്നും 5 പേരോ 6 പേരോ 7 പേരോ മാത്രമാണ് ഇന്നിങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ്, നമ്മൾ ആ ബാലഗോകുലത്തിലെ സാധാരണ വരുന്ന കുട്ടികളുടെക്കാളും മുകളിലാണ് നമ്മളുടെ സ്ഥാനം, നമ്മളുടെ ചുമതല. ഗോകുലസമിതിയുടെ കാര്യദർശിയും അല്ലെങ്കിൽ അധ്യക്ഷനും അല്ലെങ്കിൽ ഖജാൻജിയോ ഗോകുലസമിതി അംഗങ്ങളുമായിട്ടുള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതല്ലാതെ ആരും തന്നെ പങ്കെടുക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ലീഡേഴ്സാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അപ്പം നിങ്ങൾ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ശിബിരമാണ് ഇവിടെ നടക്കുന്നത്. ഈ ശിബിരത്തിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള, എൻ്റർടൈൻഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇതിനു മുമ്പ് 2 താലൂക്കുകളിലെ ശിബിരം ഇതുപോലെ കഴിഞ്ഞു. ആ ശിബിരം കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് തിരികെ പോയി. എന്നാണ് അടുത്ത ശിബിരം എന്ന് ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷം നൽകുന്ന ഒരു ശിബിരമായി ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളാണ് ഇതിനെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നവർ. വെറുതെ നമ്മൾ കസേരയിൽ ഇരുന്നിട്ട് ഇവിടെ വരുന്ന ചേട്ടന്മാരും ചേച്ചിമാരും പറയുന്നത് വെറുതെ കേട്ടിട്ട് വെറുതെ വീട്ടിലേക്ക് പോകാനാണെങ്കിൽ നിങ്ങൾ പോകാൻ നേരത്ത് പറയുമോ ഇത് ബോറിംഗ് ആയിപ്പോയി എന്ന് പറയും, അല്ലേ? അതല്ല, നമ്മുടെ ഇവിടെ ഓരോ കാര്യപരിപാടികളിലും ആക്റ്റീവായിട്ട് പങ്കെടുത്തുകൊണ്ട് വളരെ നമുക്ക് അറിയാം, നമ്മുടെ ഒരു കുടുംബം പോലെയാണ് ഗോകുലം എന്ന് പറഞ്ഞാൽ, അല്ലേ? നമ്മളൊരു കുടുംബത്തിലെ ഒരു വീട്ടിലെ അംഗങ്ങളാണ്, വീട്ടിലെ സഹോദരന്മാരാണ് ഇവിടെ വന്നിരിക്കുന്നവർ. അപ്പോൾ അങ്ങനെ ഒരു ജാള്യതയും കൂടാതെ തന്നെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ സെഷനുകളിലും നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ആക്ടിവിറ്റികളുണ്ട്, അതുപോലെ കളികളുണ്ട്. ഇതിലെല്ലാം വളരെ സജീവമായിട്ട് പങ്കെടുത്ത് ഈ ഗോകുലസമിതി ശിബിരത്തെ നമ്മുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു സംഭവമാക്കി മാറ്റുകയും ഇവിടുന്ന് കിട്ടുന്ന ഊർജം നമ്മുടെ ബാലഗോകുലത്തിൽ നമ്മുടെ ഗോകുലം ആക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറണം. അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ശ്രദ്ധയുണ്ടാവണം, പങ്കാളിത്തം ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൃതജ്ഞത അർപ്പിക്കുവാൻ തുളസി കൃഷ്ണൻ, ബാലഗോകുലം പാമ്പാടി താലൂക്ക് ഖജാൻജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും നമസ്കാരം. ഇന്ന് ഈ ഗോകുല സമിതി ശിബിരം നടക്കുന്ന ഈ വേദിയിൽ ആദ്യം നടന്നത് ഉദ്ഘാടന സഭയാണ്. അതിൽ കൃതജ്ഞത പറയാനുള്ളതാണ് എൻ്റെ ചുമതല. ഇന്ന് ഈ വേദിയിൽ അധ്യക്ഷയായിട്ടിരിക്കുന്ന താലൂക്ക് ഉപാധ്യക്ഷ ശ്രീമതി ആസാനിൽ, ജില്ലാ അധ്യക്ഷൻ പ്രതീഷ് മോഹൻ സാർ, അതുപോലെ ഇന്ന് ഈ വേദിയിൽ ഈ ശിബിരം ഉദ്ഘാടനം ചെയ്ത കുമാരി വേണിക, അതുപോലെ ഏവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഉദ്ഘാടന സഭ സമാപിച്ചിരിക്കുന്നു.